ബഹുമാന്യനായ വേദനിക്കുന്നവരുടെ കേരളത്തിൻ്റെ ശബ്ദമായി മാറിയ പ്രിയങ്കരനായ എം കാരശ്ശേരി, മാധ്യമരംഗത്ത് പൊതുസമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എ സജീവൻ, താമരശ്ശേരി യൂണിറ്റിൻ്റെ കരുത്തനായ യൂണിറ്റ് പ്രസിഡന്റ് PC അഷ്റഫ് ഖാൻ, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹഭാരവാഹികൾ, യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും സാരഥികൾ, പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പർമാർ, പ്രിയപ്പെട്ട മെമ്പർമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കൾ, നാട്ടുകാർ, സഹോദരി സഹോദരന്മാരെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനെ ഒരു ജനസദസ്സോ ഒരു ധർണാ സമരമോ ഒരു പിക്കറ്റിങ്ങോ ഒക്കെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു അവകാശം നിഷേധിക്കപ്പെട്ടാൽ ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ജനകീയ സമരത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാറ്. പക്ഷേ വളരെ വേദനയോടുകൂടി പറയട്ടെ, ഇന്ന് ഒരു പൊതുസമൂഹം അനുഭവിക്കുന്ന വേദന, അവർ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദന നിങ്ങളുമായി പങ്കുവെക്കാനും ഈ ജനകീയമായിട്ടുള്ള നമ്മുടെ പ്രദേശത്തിന്റെ ജീവിക്കാനുള്ള ഒരു അവകാശ പോരാട്ടത്തിൽ ഇരകളായവരോടൊപ്പമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താമരശ്ശേരി യൂണിറ്റും പൊതുസമൂഹവും എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇങ്ങനെ ഒരു ജനസദസ്സ് സംഘടിപ്പിക്കുന്നത്. 5 വർഷമായി വേദന തിന്നുന്ന ഒരു പറ്റം മനുഷ്യർ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു മലിനവും പേറി നടക്കുന്ന ഒരു വാഹനം നമ്മുടെ മുന്നിലൂടെ ഒന്ന് പോയാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം, ആ ഒരു വാഹനം നമ്മുടെ അടുത്തൊന്ന് നിർത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടി മാറും. എത്ര പെട്ടെന്നും ആ ഒരു സ്ഥലത്ത് നിന്ന് തെന്നി മാറാൻ നമ്മൾ തിടുക്കം കൂട്ടും. പക്ഷെ ജീവിതത്തിൽ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റെന്ത് പരിപാടികൾ ഏർപ്പെടുമ്പോഴും ഒക്കെ ഈ ഒരു മലിനമായ വായു ശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഒരു പറ്റം മനുഷ്യരുടെ വേദന നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അവരനുഭവിക്കുന്ന ഒരു വേദന, പ്രയാസം, രോഗങ്ങൾ, ശ്വസിക്കുന്ന വായുവും ഉപയോഗിക്കുന്ന വെള്ളവും മലിനമായി അതിലൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പറ്റം മനുഷ്യർ. ആ മനുഷ്യരുടെ വേദനയെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മളൊക്കെ ഇത് നേരിട്ട് അനുഭവിക്കാത്ത നമ്മളൊക്കെ ഓർത്തിട്ടുണ്ടോ? ഓർത്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കതിന് സമയമായിരിക്കുന്നു. ഇനി ഇതിലേക്ക് ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. ഒരു പ്രദേശം ഒരു ഭീകര താവളത്തിലേക്ക് എന്ന പോലെ ആയിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, അനിഷ്ടമായ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി, ആ പ്രദേശത്തുണ്ടായി. നിർഭാഗ്യകരമാണ്. നിയമം കയ്യിലെടുക്കരുത്, നിയമം അനുസരിക്കണം എന്ന് പറയുന്ന ഒരു ന്യായാധിപന്റെ മകൻ എന്ന ഒരു ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ നിയമം അനുസരിക്കണമെന്ന് പറയുമ്പോഴും ആ നിയമം ലംഘിക്കാനുള്ള ഒരവസരം ഇവിടുത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കരുത് എന്ന് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നിയമം അനുസരിക്കണം. പക്ഷേ സ്വന്തം ജീവിതത്തിന് ഭീഷണിയായി നിൽക്കുമ്പോ പലപ്പോഴും നിയമം ലംഘിക്കാൻ നമ്മളൊക്കെ മുതിരും. നമുക്കൊക്കെ അറിയാം, അതൊരു വേദനയുടെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ആക്ഷനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലൊക്കെ എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നവരാ. ഞാൻ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കേണ്ടതില്ല. പക്ഷേ അവിടെ ശാശ്വത പരിഹാരമാണ് വരേണ്ടത്. ഇന്നും ഇന്നലെയുമായി അഷ്റഫ് ഖാൻ നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ പോയപ്പോ ആ പ്രദേശത്ത് കണ്ട ഒരു ദയനീയമായ കാഴ്ച ഇന്ന് മനോരമയുടെ ഫസ്റ്റ് പേജിലുണ്ട്. ഒരു കുട്ടിക്ക് മാത്രം ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ, അത് ആദിവാസി മേഖലയിലല്ല, അല്ലെ മലയിലോ കാടിലോ പുഴ കടന്ന് പോകേണ്ട സ്ഥലത്തല്ല, നമ്മുടെ പ്രദേശത്ത് ഒരു കുട്ടി മാത്രം ക്ലാസ്സിലിരിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കണം, നമ്മൾ ആലോചിക്കണം. ബാക്കി എല്ലാ കുട്ടികളും സ്വന്തം വീട്ടിലുണ്ടായിട്ടും സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും
തൊട്ടടുത്ത് സ്കൂളും വീടുമായി വലിയ ദൂരമില്ലാതിരുന്നിട്ടും കുട്ടികൾ പോകാത്തത് എന്തേ എന്ന് ആലോചിക്കണം. അവിടെയാണ് പോലീസിന്റെ ഭീകര മുഖം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ വീട്ടിലും രാത്രി കാലങ്ങളിൽ ചെന്ന് കട്ടിനടിയിൽ വരെ തപ്പുന്ന പോലീസ് അധികാരികൾ, ഞാൻ പോലീസ് അധികാരികളെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ കുറ്റം പറയുന്നില്ല. താമരശ്ശേരിയിലെ പോലീസല്ല, താമരശ്ശേരിയിലെ ബഹുഭൂരിപക്ഷം പോലീസിനും അവരുടെ വേദന നേരിട്ടറിയാം എന്നതുകൊണ്ട് എവിടെ നിന്നോ വന്ന പോലീസ്, ഒരു ബന്ധവുമില്ലാത്ത പോലീസ് ആ വീട്ടിൽ കയറി നിരങ്ങുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ആ ഇരകൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താമരശ്ശേരി യൂണിറ്റ് ഇങ്ങനെ ഒരു സംഗമം ജനസദസ് ഇവിടെ നടത്തുന്നത്. നമുക്കൊക്കെ അറിയാം, ഞങ്ങള് ഈ സദസ്സിന് വേണ്ടി കാത്തിരുന്നത് പ്രിയങ്കരനായ എം.എൻ. കാരശ്ശേരിയാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. നമ്മൾ വിദേശത്ത് തന്നെ നിന്ന് അഷ്റഫ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം എത്തിയ ആദ്യ ദിവസത്തെ ആദ്യ പരിപാടി ഇതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ശബ്ദമായി ഇന്ന് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും അധികാരികളും പേടിക്കുന്ന കേരളത്തിന്റെ പ്രമുഖമായ ശബ്ദമാണ് ശ്രീ എം.എൻ. കാരശ്ശേരിയുടെ ശബ്ദം എന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുസമൂഹവും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും പേടിക്കുന്ന തൂലികയാണ് ശ്രീ എ സജീവൻ എന്ന ആളുടെ തൂലിക എന്ന് നമുക്കൊക്കെ അറിയാം. ഈ രണ്ട് പ്രഗത്ഭ വ്യക്തികളെ ഈ സദസ്സിൽ അണിനിരത്തിക്കൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താമരശ്ശേരി യൂണിറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് അതുകൊണ്ടാണ്. ഇനി ഈ സമരം കേരളം ശ്രദ്ധിക്കാൻ പെടുന്ന സമരമായി മാറുകയാണ്. കാരണം എം.എൻ. കാരശ്ശേരിയൊക്കെ ഒരു സമരം ഏറ്റെടുത്താൽ അത് പൊതുസമൂഹവും ഭരണാധികാരികളും ഒക്കെ ശ്രദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സമരത്തിന്റെ ഈ ജനസദസ്സിന്റെ മുഖ്യ ആളായിട്ട് കൊണ്ട് തന്നെ ഈ ഇതിന്റെ ഉദ്ഘാടകനാക്കിക്കൊണ്ട് തന്നെ ആ പ്രദേശത്തിന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ട ഒരു ശ്രമമാണ് നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്റെ ചുമതല സ്വാഗതം ആശംസിക്കുക എന്നത് മാത്രമാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ കാരശ്ശേരിയും അതുപോലെ തന്നെ എ സജീവൻ സാറും ഒക്കെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയങ്കരനായ എം.എൻ. കാരശ്ശേരി അവരുകളെ അദ്ദേഹത്തിന്റെ വളരെ വലിയ തിരക്കിൽ ഇന്ന് വൈകുന്നേരം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഈ ഒരു ദിവസത്തെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇന്ന് ഇവിടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ ചടങ്ങിലെത്താൻ കാണിച്ച ഒരു മനസ്സ്, അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്, ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത പ്രിയങ്കരനായ എം.എൻ. കാരശ്ശേരിയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ സജീവൻ സാർ, നമുക്കൊക്കെ അറിയാം തൂലിക കൊണ്ട്, അതുപോലെ മാധ്യമ ചർച്ചകളിലൂടെ നമുക്കൊക്കെ വൈകുന്നേരങ്ങളിലുള്ള ചർച്ചകളിൽ വളരെ സുപരിചിതനായിട്ടുള്ള അദ്ദേഹത്തിന്റെ തൂലിക നമുക്കൊക്കെ അറിയാം. വളരെ കനപ്പെട്ട വാക്കുകൾ എഴുതുകയും വളരെ സിമ്പിളായി സംസാരിക്കുമ്പോഴും കാമ്പുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട എ സജീവൻ സാറിനെ ഞാൻ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇങ്ങനെ ഒരു ആശയം തന്നെ നമ്മുടെ ആദ്യനായ പ്രസിഡന്റും നമ്മളൊക്കെ പങ്കുവച്ചപ്പോൾ വളരെ കരുത്തുറ്റ ഒരു നേതൃത്വമായി ഈ പരിപാടി നടക്കണം, അവിടെ സന്ദർശിക്കണം, അവിടുത്തെ ആളുകൾക്ക് സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെയൊക്കെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെയൊക്കെ ഈ വിഷയത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം എത്തിച്ച നമ്മുടെ ആദരണീയനായ യൂണിറ്റ് പ്രസിഡന്റ് PC അഷ്റഫ്ക്കായി ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ വിഷയം ചുരുക്കുന്നത് കൊണ്ടും പക്ഷേ ഭാരവാഹികളുടെ ഒരു പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാനൊന്ന് ഓടിച്ചു പറയുന്നു. പ്രിയപ്പെട്ട ട്രഷറർ സുബീഷ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് PC അബ്ദുൾ റഹീം, പ്രിയങ്കരനായ KP മുഹമ്മദ്, ടോറിനോ നാസർ, ഭാരവാഹികളെ എല്ലാവരെയും, മുഹമ്മദ് അലി, അതുപോലെ തന്നെ സാബു സേവ്യർ, ബോബൻ, മറ്റ് വിട്ടുപോയിട്ടുണ്ട് പലരെയും, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്ത് അറിയിക്കുന്നു. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ ജനറൽ സെക്രട്ടറി, ട്രഷറർ, സെക്രട്ടറിമാർ, വർക്കിംഗ് പ്രസിഡന്റ് എന്നിവരടക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ്, ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ യൂണിറ്റ് പ്രസിഡന്റ് PC അഷ്റഫ്ക്കായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പ്രിയപ്പെട്ട ഖാദ്രി ഹാജി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൂടത്തായി യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം അദ്ദേഹം സഹകരിക്കുന്നുണ്ട്. ഇന്ന് അവിടെ നമ്മൾ കൊടുക്കുന്ന 150ഓളം കിറ്റുകൾ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്ന ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ഖാദ്രി ഹാജിയെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.